السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹപ്രവർത്തകന്മാരെ, ചങ്ങായിമാരെ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശന ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് തഖ്വയുള്ള ഈമാനുള്ള വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ചൊന്തു ആമുഖമായിട്ട് നസീഹത്ത് ആക്കിയുള്ള വസിയത്താക്കിയുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ട എനിക്കത്തെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ നാളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയുടെ സ്വഹാബിമാർ ഒരു നാൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ ദിച്ചോയിന്നാർ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയെ ചമ്മനാറ അങ്ങടിച്ച. അങ്ങനെ ആ സ്വഹാബിമാർ ചൊന്നാറ്, നങ്ങ പോണ്ട വേണ്ട, നങ്ങ ഇഷാദ് തോലും നങ്ങ പള്ളിയിലേക്ക. നബി തങ്ങളൊട്ടിಗೆ ഇഷാവും നിസ്കരിച്ചിട്ട് നങ്ങ പോയിട്ടങ്ങ് തീരുമാനിച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയിട്ടുണ്ട്. നബി തങ്ങൾ വന്നിട്ട് അങ്ങോട്ട് കേട്ട് മാ സിൽതും ഹാഉന, നിങ്ങൾ ഉടനെ ഉള്ളാർ, നിങ്ങൾ പോയിട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ ചൊന്നാറ്, ഇല്ല നബിയെ, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ച ഇനി ഇശാവും നിസ്കരിച്ചിട്ട് പോണു വേട്ടിക്ക് നിങ്ങൾക്ക് ആഗ്രഹം. സ്വഹാബിമാരെല്ലാവരും ചൊന്നാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സൻതും, നിങ്ങൾ ആക്കിയത് നല്ല സാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെല്ലാം കൂട്ടിയിട്ട് പള്ളിയിലെ പറത്തിങ്ങനെ വന്നിട്ട് ആകാശത്തിൽ ഇങ്ങനെ നോക്കി. ആകാശത്തേക്ക് നോക്കിയപ്പോ ചമ്മ നക്ഷത്ര ആകാശത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിനെ കണ്ടു ചൊന്തു, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ. ഈ നക്ഷത്ര ചൊല്ലത് അത് ആകാശത്തെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, ആകാശ നിർഭയത്വത്തിലുണ്ടു ചൊല്ലുന്ന ഉദാഹരണമായിട്ട്. ആകാശത്തിൽ നക്ഷത്രം ഇല്ലെങ്കിൽ ആകാശത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, അത് സരി ഉണ്ടു ചൊല്ലുന്ന ഉദാഹരണമായിട്ട് ആകാശത്തിൽ നക്ഷത്രം ഉണ്ടു ചൊല്ലുന്നത്. അങ്ങനെ ഫഇദാ ദഹബത്തിൻ നുജൂമു
അതസ്സമാഅ മാ തൂഅത്, ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം ഇല്ലാണ്ടായെങ്കിൽ അഥവാ ഖിയാമത്ത് നാൾ മുട്ടായെങ്കിൽ ആ ആകാശത്തെ മേൽ അള്ളാഹു വിധിച്ചതായ ഒന്നുണ്ട്. അഥവാ ആകാശമുള്ള പൊടി പൊടിയായിട്ട് അത് നശിച്ചു പോണ്ടെങ്കിലത്തെ ഒരു നാള്, ആ നാളെനിക്ക് വന്നിട്ട് ഇത് നബി തന്ന സ്വഹാബികളോട് ചോദിച്ചു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഅന അമനതുൽ ലിഅസ്ഹാബി, നാണ് നന്റെ സ്വഹാബിമാർക്കുള്ളെങ്കത്തെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇതേപോലെ നാണ് സ്വഹാബിമാർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, നാണ് മരിച്ചേണ്ടായെങ്കിൽ നന്റെ സ്വഹാബിമാർക്കും ഇതേപോലെ നാണ് വാഗ്ദാനം തന്നെങ്കത്തെ, അനക്ക് വാഗ്ദാനം നൽകപ്പെട്ടെങ്കത്തെ കുറേ ഫിത്ന അങ്ങനെ ബറവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തായിട്ട് ഇനി ബറവുള്ളത് നബി തങ്ങൾ ചൊല്ലുന്നു. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പിന്നെ സ്വഹാബിമാരെ അനുഭവിച്ച സ്വഹാബിമാരെ ഇടയ്ക്ക് ഫിത്ന വന്നു. പിന്നെ നബി തങ്ങൾ ചൊല്ലുന്നു, വഅസ്ഹാബി അമനതുൽ ലിഉമ്മതി, നന്റെ സ്വഹാബിമാർ അങ്ങനെ ഈ ഉമ്മത്തുക്കുള്ളതായ പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കാർ. ഈ മുസ്ലിം ഉമ്മത്തുകൾ ഈ സ്വഹാബിമാർ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കാർ. ഇനിയാ ഫഇദാ ദഹബത് അസ്ഹാബി, നന്റെ സ്വഹാബിമാർ എല്ലാവരും പോയാറുണ്ടായെങ്കിൽ അതാ ഉമ്മതി മാ യുഅദൂൻ, നന്റെ ഉമ്മത്തിൻ്റെ മേൽ വിധിക്കപ്പെട്ട നന്റെ ഉമ്മത്തിൻ്റെ മേൽ ബാധിക്കുള്ള ഒരു ഫിത്ന ഉണ്ടോ അത് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നമ്മൾ കണ്ട. സ്വഹാബിമാരെ കാലത്തിൽ ഇല്ലാത്ത എത്രമാ ഫിത്ന, ആ സ്വഹാബിമാരെയും ആ ശ്രേഷ്ഠമായ ആ ഒരു തലമാറ് കല്ലിൽ പിന്നെ അവിടെ വന്നത് ഞങ്ങൾ ഹദീസിലെല്ലാം ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അപ്പൊ ഈ ഹദീസ് സഹോദരന്മാരെ വിശാലമായ ഒരു അർത്ഥമില്ലെങ്കത്തെ യാറെ വ്യാഖ്യാന ആവശ്യമില്ലെങ്കത്തെ ഒരു ഹദീസായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, നാന് മരിച്ചെങ്കിൽ നന്റെ സ്വഹാബിമാരുടെ ഇടയിൽ ബണ്ടതായ ഫിത്ന ഉണ്ട്. അത് ബന്ധ് ഞങ്ങൾ ചരിത്രത്തിൽ പഠിച്ചത് മനസ്സിലാക്കിയതാണ്. അതേ നബി ചൊല്ലുന്നു, നന്റെ സ്വഹാബിമാരെ കാലഘട്ടത്തിൽ പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിಗೆ ബണ്ടതായ ഫിത്ന ഉണ്ട്. അതും ഇതിക്ക് സമാനമായിട്ട് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കണായതായിട്ട് കേട്ട് കൂടെ നെനപ്പാക്കുകയാണ് ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ ജീവനാ ചൊല്ലത് ഒരു മുസ്ലിമരുടെ ലൈഫ് എങ്ങനെ ഇക്കണോ ചൊന്നിട്ടു ഒരു പുല്ല് പോലും വ്യത്യാസം ഇല്ലാണ്ട് നബി തങ്ങൾ ഞങ്ങൾക്ക് പരിപാടി തന്നു. അതായിട്ട് സ്വഹാബിമാർ ചൊന്നത്, മാ തറക ഖൈറൻ ഇല്ലാ ദല്ലന അലൈഹി, ഒരു ഖൈറും നബി തങ്ങൾ പഠിപ്പാട്ടാണ്ട് പോയിട്ടില്ല. ഒരു എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ അത് നബി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി. വലാ ശർറൻ ഇല്ലാ ഹദ്ദറനാ മിൻഹു, ഒരു ഷർറും നബി തങ്ങൾ വിട്ടുപോയിട്ടില്ല. ആ ഷർറിനെ തൊട്ട് ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതല്ല. അപ്പൊ എന്ത് ഖൈറുണ്ടാ അത് നബി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി, എന്ത് ഷർറുണ്ടാ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടി. പിന്നെ ഒരു സഹാബി ചൊന്ന് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നതായ ഒരു പലക എന്തിനെ, മാ മാത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വതാഇറു യതീറു ബിജനാഹിഹി, നബി തങ്ങൾ വഫാത്തായി പോയിട്ടില്ല. എങ്ങനല്ലാണ്ട് ആകാശത്തിൽ ഒരു പക്ഷി പാറിയോണ്ടിണ്ടായെങ്കിൽ ഇല്ല ദക്കറ ലനാ മിൻഹു ഇൽമ, ആ പക്ഷിയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഇൽമിന്നെങ്കിൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടില്ല. അപ്പൊ ഈ മൂന്ന് ഹദീസും ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് തോളം ഞങ്ങളെ മനസ്സിൽ നമുക്ക് വേണം. ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം ಅವನು ದೀನಿಯಾಯ ವಿಷಯത്തിൽ ಅವನಿಗೂ ಎಂದರ ಚರ್ಚೆ ಹಾಕುಗುಂಡ, ಅವನಿಗೆ ಎಂದರ പഠിക്കുಗುಂಡ, ಅವನಿಗೆ ಎಂದರ മനസ്സിലാക്കുಗುಂಡ, അത് ലാസ്റ്റ് എത്തനായത് എവിടെയായിട്ട് അത് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചൊന്ന ഹദീസ് മുസ്ലിം ഉമ്മത്തിക്ക് പല തരത്തിലുള്ള ഫിത്ന എന്തായിരുന്നു മുസ്ലിം ഉമ്മത്തിക്ക് കടന്നു വന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ സ്വഹാബിമാരുടെ ആ രൂപത്തിൽ വന്നു. പിന്നെ സ്വഹാബിമാരെ കാലഘട്ടത്തിൽ പിന്നെ പല നമനത്തിലുള്ളതായ ഷർറും പല രൂപത്തിലുള്ളതായ ഫിത്നയും മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്ന ആ കടന്നു വന്ന കൂട്ടത്തിലുള്ള ഒരു ഫിത്നയായിട്ടിരിക്കുന്നതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ആ ഫിത്ന നമുക്ക് പഠിപ്പാട്ടി തന്നത്. അതായിട്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഏതല്ല ആ ഫിത്ന നബി തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നത്. അതിൽ ഒരു ഫിത്നത്തെ വിഷയത്തിലായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്നു. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കല. ലൈലും നഹാറും പോണില്ല ചൊല്ലുന്നത് അർത്ഥം
ലൈലുൻ നഹാർ പോണ്ട ഒരു കാലമുണ്ട്. അതെപ്പോ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ. അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കല ഹത്താ തുഅബദ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടും. ബദല ഈ ഉമ്മത്തിൽ ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരവുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നിട്ടല്ലാണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുക. പിന്നെ ഒരു ഹദീസിൽ നബി പറഞ്ഞത് ലാ തഖൂമു സ്സാഅ, ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കല ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. നോക്കൂ എത്ര ക്ലിയർ ആയ ഒരു പലക്ക നബി തന്നെ ചൊന്നേ. മുശ്രിക്കീങ്ങളായ ആൾമാരെ സ്വഭാവത്തെ എടുത്തുകൊണ്ടുകൊണ്ടായിട്ടല്ല, മുശ്രിക്കീങ്ങളുമായിട്ട് എനിക്ക് സാമ്യത വേണ്ടി അതല്ല വേറെ ഹദീസിൽ നബി തന്നെ ചൊന്നു. ഊടെ ചെന്നെതിരെ തൽഹഖ, അങ്ങനെ ഒട്ടിಗೆ കൂടുറാറുണ്ട്, അങ്ങനെ ഒട്ടിಗೆ മിക്സ് ആവുറാറ് അല്ലെ, അങ്ങനെ ഒട്ടിಗೆ മിക്സ് ആവുറാറ്. ഏത് ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളൊട്ടിಗೆ മിക്സ് ആവുറാറ് മുസ്ലിമീങ്ങൾ. എവിടത്തോളം എത്രാറ് ഹത്താ തഅബുദു അൽ ഔസാൻ, അങ്ങ് വിഗ്രഹത്തെ ആരാധിക്കുന്ന അവസ്ഥകൾ അങ്ങ് എത്രാറ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ മുസ്ലിം ഉമ്മത്തിക്ക് ബാധിക്കറ് ചൊന്നതായ ഫിത്നൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഫിത്ന അതിതായിട്ടിക്കറി ഈ ഉമ്മത്തിക്ക് ശിർക്ക് കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടി തന്നത്. അതുകൊണ്ടിട്ടു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വലിയ ഗൗരവത്തിൽ പണ്ഡിതന്മാർ ആ വിഷയത്തെ നമുക്ക് പഠിപ്പാട്ടി തന്നതാണ്. അപ്പൊ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് എത്രമാ രൂപത്തിൽ നമുക്ക് ആ ഹദീസ് നമുക്ക് കാണുക സാധ്യം. ഈ മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് ബണ്ടുണ്ടും അല്ലെങ്കിൽ ആ ശിർക്ക് ഏത് രൂപത്തിൽ ബണ്ടുണ്ടും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി. അപ്പൊ ഒരു വിഷയം ക്ലിയർ ആയിട്ട് മുസ്ലിം ഉമ്മത്തില് ശിർക്ക് കടന്നു വേണ്ട. അപ്പൊ ചിന്തിക്കുവാറ്, മുഅ്മിനായ ഒരാള് എങ്ങനെ ശിർക്കാക്കേ? വിശ്വാസിയായ ഒരാൾ, അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരാള്, അള്ളാഹുടെ റസൂലിൽ വിശ്വസിക്കുന്ന അവിടെ മുസ്ലിം ആയിരമേ എന്ത് മുസ്ലിം ആയിരമേ അള്ളാഹു അല്ലാണ്ട് ആരാധ്യയില്ല ചൊല്ല വിശ്വാസത്തിലാണ് മുസ്ലിം ആയിരം. ആ മുസ്ലിമായ മനുഷ്യ എങ്ങനെ ശിർക്കാക്കേ? അവിടെ എങ്ങനെ ശിർക്ക് കടന്നു വേണ്ടേ? അതുക്കും അള്ളാഹു ഖുർആനിൽ നമുക്ക് ഉത്തരം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. അവിടെ അല്ലാഹു ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പിക്കുന്നു. ഈമാനുള്ള മുഅ്മിനുമാരായ അല്ലെങ്കിൽ മുഅ്മിനു എന്ന കൂടെ അർത്ഥം അല്ലാഹുവും റസൂലും വിശ്വസിക്കുന്ന ആൾമാരിൽ ശിർക്ക് ബർവാണ്ട് ചിന്തിക്കുന്ന ആൾമാർ. അങ്ങനത്തെ അല്ലാഹു ചൊല്ലെ വമാ യുഅ്മിനു അക്സറുഹും, അങ്ങനെ യാറത്തെ ആൾമാരും വിശ്വസിക്കില്ല. എന്താ വിശ്വസിക്കില്ല? ഖുർആനിലും ഹദീസിലും അല്ലാഹുലും ഖിയാമത്ത് നാളിലും നബിമാരിലും അങ്ങ് വിശ്വസിക്കല. എങ്ങനല്ലാണ്ട് ഇല്ലാ വഹും മുശ്രികൂൻ, അങ്ങ് മുശ്രിക്കീൻ ആയിട്ടല്ലാണ്ട്. ശിർക്ക് ബണ്ടിട്ടുള്ളത് ക്ലിയർ, ആ ശിർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ വരാണ്ടുള്ളതും ക്ലിയർ, അങ്ങ് വിഗ്രഹത്തെ പോലും ആരാധിക്കുന്ന അവസ്ഥകൾ അങ്ങ് എത്രാറുണ്ടുള്ളതും ക്ലിയർ. അപ്പൊ ഇവിടെ എന്നെ പഠിക്കണായത് എന്തിനാ ശിർക്ക് ഉണ്ടായിട്ടിരിക്കണം. അപ്പൊ ബണ്ട്ല മുസ്ലിം ഉമ്മത്തിന് ശിർക്ക് ബണ്ട്ല ചെന്നിട്ട് ദൂരം നിൽക്കുകയാവില്ല. കാരണം എന്ത് ബണ്ടിട്ട് ഈ ചൊന്ന രണ്ട് ആയത്ത് ഹദീസും അള്ളാഹുരെ ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തും അങ്ങനെ 3 ദലീൽ നമുക്കുണ്ട് ശിർക്ക് ബണ്ടിട്ടിലേക്ക്. അപ്പൊ ഏന് മുസ്ലിം പഠിക്കണായത് എന്തിനാ ശിർക്ക്? എന്തിനാ ശിർക്ക് സഹോദരന്മാരെ? നമുക്കൊരു ശിർക്ക് ചൊന്നെങ്കിൽ എന്തിനാ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പാട്ടി തന്നാറ്. ശിർക്ക് അല്ലെങ്കിൽ തൗഹീദ് ചൊന്നുണ്ടായെങ്കിൽ, ശിർക്ക് ചൊന്നുണ്ടായെങ്കിൽ ശബീഹുൽ ലിൽ മഖ്ലൂഖി ശബീഹുൽ മഖ്ലൂഖി ബിൽ ഖാലിഖി തആല. വളരെ സിമ്പിൾ ആയിട്ട് ശിർക്ക് മനസ്സിലാക്കും. മഖ്ലൂഖായ മനുഷ്യരെ, മഖ്ലൂഖ് ചൊന്നെങ്കിൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ എന്തുമാവും മഖ്ലൂഖ്, മനുഷ്യന്മാരുടെ ചൊല്ലുക കാരണം മനുഷ്യന്മാർ യാറത്തിൽ അങ്ങനെ അള്ളാഹുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുരെ ഒരു സൃഷ്ടിരെ അള്ളാഹുവുമായിട്ട് താരതമ്യപ്പെടുത്തലേക്കായിട്ട് ശിർക്ക് ഉണ്ട് ചൊല്ലി. അള്ളാഹുരെ ഒരു സൃഷ്ടി, അള്ളാഹുരെ സൃഷ്ടിയെ അള്ളാഹുമായിട്ട് താരതമ്യപ്പെടുത്തല്. അത് എങ്ങനെ സംഭവിക്കുന്നു നോക്കൂ. എങ്ങനെ ഫിൽ ഖസായിസിൽ ഇലാഹിയ, എന്തിനേലും താരതമ്യപ്പെടുത്തല് അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകമായ ചില വിശേഷണമുണ്ട്. അത് വേറെ ഒരാൾക്കും കൊടുക്കാവാത്ത വിശേഷണ. എന്തല്ലത് മിൻ മുൽക്കി വർരി വന്നഫ്അ, ഒരാൾക്ക് ഉപകാരാക്കരുത് അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രാക്കരുത്. ഇത് ഞങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇണ്ട് ഞങ്ങളെ സമുദായത്തിൽ നടന്നോ ഇല്ല ശിർക്കിന്റെ പ്രവർത്തനം എന്തിനായിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ അള്ളാഹുരെ താരതമ്യപ്പെടുത്തൽ എന്തിൽ
അള്ളാഹുടെ സമാക്കിற സൃഷ്ടിയുമായിട്ട് എന്തൊരു വിഷയത്തിൽ അള്ളാഹുക്ക് മാത്രം പ്രത്യേകമായി അതെന്തല്ല ഒരാൾക്ക് ഉപകാര ആക്കുക അല്ലെങ്കിൽ ഒരു ഉപദ്ര ആക്കുക തീർന്നു ചൊന്ന് വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുകയുള്ളതിനെ തടയുകയും അള്ളാഹുക്ക് സാധിക്കുന്നത് പോലെ ഒരു സൃഷ്ടിക്ക് സാധിക്കുന്നുണ്ട് വിശ്വസിച്ചെങ്കിൽ അത് ശിർക്കായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുക വേണ്ടിയിട്ട് ചൊല്ലാൻ. ഒരാൾക്ക് നല്ല പനി വന്ന് അയാൾ ഡോക്ടറെ മുട്ട പോയി. ഡോക്ടറുടെ ചൊന്നിട്ട് നക്ക് പനി വന്നുകൊണ്ടു. സ്വാഭാവികമായിട്ടും അയാൾ ഡോക്ടറുടെ ചൊല്ലുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കും, അതല്ലെങ്കിൽ അയാളുടെ ചൂട് തണ്ണി ചപ്പ തണ്ണി കുടിക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഡോക്ടർ കൊടുക്കും, അത് കുടിക്കുന്നു. സ്വാഭാവികമായിട്ടും അള്ളാഹു അത് ഷഫിയാക്കും. ഇതായിട്ട് ഒരു ഡോക്ടറുടെ നക്ക് പനി വണ്ട് ചൊല്ലുമ്പോൾ ഉദ്ദേശം. അതേ വ്യക്തി പിന്നൊരുക്ക പനി വന്നപ്പോ അള്ളാഹുരട്ട ചൊല്ലു, അള്ളാഹു നക്ക് പനി വന്നത്. അപ്പൊ അള്ളാഹു നക്ക് പനി വന്നവരുണ്ട് ചൊല്ലുമ്പോ ഇയാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു വന്ന് മറന്നു കൊടുക്കുന്നുണ്ട അല്ല. സുബ്ഹാനല്ലാഹ്. അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ഗൊന്തില്ലാത്ത രൂപത്തിൽ അള്ളാഹു നമ്മുടെ ഈ രോഗത്തെ ശിഫയാക്കരുത്. അതായിട്ട് വിശ്വാസം അല്ലെ. ഞങ്ങൾ ദ്വാരക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിന് അള്ളാഹു ആ കടത്തിൽ മുങ്ങിര നിന്റെ കടത്തിക്ക് നീ ഒരു ശമന തന്നു ചൊല്ലും ഉദ്ദേശം തരേ അള്ളാഹു നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട അല്ല. സുബ്ഹാനല്ലാഹ്. എന്തിനാ ഞങ്ങളുടെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൊന്തില്ലാത്ത രൂപത്തിൽ അതിനെ തീർക്കുകൊള്ളത്തെ സൗകര്യം എന്താക്കി തന്നെ അള്ളാഹു ആക്കി തന്നെ. അപ്പൊ ഇതിൽ ഒന്നും മനുഷ്യന്മാരുടെ സാധാരണ രൂപത്തിൽ ഞങ്ങൾ കേൾക്കരുത്, പിന്നൊന്നും അള്ളാഹു ഒട്ടിക്കുള്ളത്. അപ്പൊ നോക്കൂ, ഒരാള് മൈക്കാലത്തെ ബസ് പത്ര അല്ലെങ്കിൽ ട്രെയിനുക്ക് പത്ര അയാൾക്ക് ഇതേ രൂപത്തിൽ എന്തെങ്കിലും രോഗമാ എന്തെങ്കിലും ബുദ്ധിമുട്ട ഒരാളുണ്ട്. അയാൾ ട്രെയിന് വത്തിട്ട് പോണ്ട് കോഴിക്കോടുക്ക് പോണ്ട്. കോഴിക്കോട് ഇട്ട് അവിടെ ബദല മടവൂർക്ക് ബസ് പത്ര. അങ്ങനെ മടവൂരിന്റെ ദർഗത്തിൽ അയാൾ പോയി ഇങ്ങിട്ട് മടവൂരിന്റെ ദർഗത്തുള്ളെങ്കത്തെ ആ വലിയ റൊട്ടിക അല്ലെങ്കിൽ ആ വ്യക്തി റൊട്ടിക അല്ലെങ്കിൽ സി എം മടവൂർ ചൊല്ല ആ വ്യക്തി റൊട്ടിക അയാളുടെ സംകഷ്ടത്തെ അയാൾ ചൊല്ലു. ഈ ചൊന്ന ഡോക്ടറെ മുട്ട പോയ ആളുണ്ടു, രണ്ടാമത് അള്ളാഹുരട്ട ചൊന്ന ആളുണ്ട്. ഇതിൽ ഏത് രൂപത്തിലുള്ള സഹായായിട്ടിക്കറി ആ മടവൂർക്ക് പോയാൽ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി എന്തിനെ ശിർക്കുണ്ട് നമുക്ക് മനസ്സിലായിത്തന്നെങ്കിൽ ഈ മടവൂർക്ക് പോയ ആള് ഇതിൽ ഏത് സഹായമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ മറന്നു തന്ന പോലെ സി എം മടവൂർ മറന്നെഴുതി തന്നിട്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ നീ ചപ്പ തന്നെ നീ കുടിക്കണ്ട ചെന്നത് പോലെ സി എം മടവൂർ ചൊല്ലുണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അല്ല. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഏതെങ്കിലും രൂപത്തിൽ നക്കെന്തര കിട്ടു ശമന കിട്ടിയിട്ടുള്ളതായിട്ട് അവിടെ അത് അള്ളാഹുക്ക് കൊടുക്കണം. അത് അള്ളാഹുടെ ഹസായിസില് അള്ളാഹുടെ പ്രത്യേകതയിൽ പെട്ടതായിട്ടിക്കുന്നത്. അത് സി എം മടവൂർക്ക് കൊടുത്തപ്പോ അത് സി എം മടവൂരുണ്ടല്ല ഏത് വ്യക്തിക്ക് കൊടുത്തെങ്കിലും അതെന്തര കിട്ടും അത് ശിർക്ക്. ഇത്ര സിമ്പിൾ ആയിട്ട് സഹോദരന്മാരെ എന്തൊരു തൗഹീദ് എന്തൊരു ശിർക്ക് നമ്മൾ മനസ്സിലാക്കും അല്ലെ. മക്ക ഇല്ലാത്ത സത്തുക്ക് കൊണ്ട ഉല്ലാലത്ത് അല്ലെ. ഇപ്പൊ ഉറൂസ് നടത്തുന്നു ഉല്ലാലത്ത്, പിന്നെ മദനി ദർഗത്ത് അവിടെ പോണ്ട ഞങ്ങൾ മനസ്സിലാക്കൂലേ. ആ ഉല്ലാലത്തില് പിന്നെ ആ കബറിലുള്ളത്തെ മദനി തങ്ങ അയാൾക്ക് പോലും എന്തില്ലാത്ത മക്കയില്ലാത്ത ആ മദനി തങ്ങളൊട്ടിക്ക് മക്കളെ തേടവും മുസ്ലിമീൻ എന്താക്കാറ് കൊണ്ടാണ്. അവിടെ ആടരെ നേർച്ചാക്കുക. അവിടെ പോയിട്ട് അങ്ങനെ സംകഷ്ടത്തെയും അങ്ങനെ ബുദ്ധിമുട്ടേയും അങ്ങനെ പ്രോബ്ലംസിനെയും ചൊല്ലാറ്. അവിടെ ഇട്ടിക്കറ് മുസ്ലിം സമുദായത്തിൽ ഷിർക്ക് കടന്നു വേണ്ടേ ചൊന്നത് ഞങ്ങ കൂടെ മനസ്സിലാക്കുറായിട്ടിക്കറ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഖുർആനിൽ ചൊന്നേ അതിലെ ഗൗരവ അത് എത്രല്ല ഗൗരവത്തിൽ അല്ലാഹു ചൊന്നറായിട്ടുള്ളത് നാവിടെ യാരെ വിശദീകരിക്കുന്ന ആവശ്യകത ഇല്ല. നമുക്കെല്ലാവർക്കും അതിലെ ഗൗരവ അത് എത്രത്തോളം ആ ഷിർക്ക് ഉണ്ടുള്ളത് നമുക്കെല്ലാവർക്കും ಗೊತ್ತು. ഇവിടെ തന്നെ സ്വഹാബിമാർ അതിലെ എത്ര ഗൗരവത്തിൽ അതിനെ കണ്ടറാറ് ചൊല്ലിട്ട് മനസ്സിലാക്കുക മാത്ര ഒരു സംഭവത്തെ നാ ചൊല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അയാള് നമുക്ക് പഠിപ്പാട്ടത് കാണാം. അയാളുടെ ജീവനത്തിൽ നിന്നിട്ട് അയാള് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ ചൊല്ല ഈ ആയത്ത് അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫിലെ 106-ാമത്തെ ആയത്തായിട്ട്. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇന്ന അഹദകും ലയുശ്രികു
ഹത്താ യുശ്രികു ബികൽബിഹി. നിങ്ങൾ ശിർക്കാക്കുറാറ്. എങ്ങനെ ശിർക്കാക്കുറാറ്? നിങ്ങളെ ഔത്തൊരു നായി എന്നെങ്കിൽ ആ നായിയുടെ വിഷയത്തിൽ പോലും നിങ്ങൾ ശിർക്കാക്കുറാറ്. എങ്ങനെ നായിയുടെ വിഷയത്തിൽ ശിർക്കാക്കുറേ? നായിരെ ആരാധിக்கிறല്ല, നായിക വേറെന്തെങ്കിലും രൂപത്തിൽ ആരാധന സമർപ്പിக்கிறല്ല. പിന്നെമാ ഫയഖൂൽ അവನು ചൊല്ല ലൗലാഹു ലസുരിഖന ലൈല. ആ നായി ഇല്ലെങ്കിൽ ഇന്നലെ ജാവു ഞങ്ങളെ ഒത്തുകു കള്ള ബറാത്ത. ആ ചൊല്ലതിനെ പോലും ശിർക്കിന്റെ ഗണത്തിൽ എന്തിനാക്കിറാറ്? സ്വഹാബിമാർ ഉൾപ്പെടുത്തിയാണ്. അപ്പൊ ശിർക്ക് എത്ര ഗൗരവമുണ്ട് നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ രായത്ത് നടന്നുമില്ല ശിർക്ക് എത്ര ഗൗരവമുണ്ട് അല്ലേ? അത്രയും ഗൗരവമുള്ളതായിട്ട് ശിർക്ക് ചെന്നിട്ടു ഈ ഒരു ആയത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്വഹാബിയുടെ സംഭവത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവത്തെ പരിശുദ്ധ ഖുർആനിൽ ഒരു നാല് കൂടേൽപ്പെട്ട ഞങ്ങളെ നെഞ്ഞിക ഞങ്ങൾ കൈവച്ചിട്ട് ഞങ്ങൾ ചൊല്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്തിനാ അതിന്റെ അർത്ഥം? അല്ലാഹുവേ നിന്റെ മാത്രം ഞാൻ ആരാധിക്കുക, വ ഇയ്യാക നസ്തഈൻ നിനക്ക് മാത്രം നിന്നിട്ട് മാത്രം ഞങ്ങൾ സഹായത്തേട്ട. ആ സഹായത്തേടക്കും ആ ആരാധനക്കും വേണ്ടിയിട്ടായിട്ട് അള്ളാഹു മനുഷ്യരെയും ജിന്നരെയും സൃഷ്ടിച്ചതായിട്ട് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ തൗഹീദ് സഹോദരന്മാരെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിട്ടുനിൽക്കുക. അത് പഠിക്കൊള്ളുന്ന, അത് മനസ്സിലാക്കൊള്ളുന്ന, ഞങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക അല്ലെങ്കിൽ ശിർക്കുമായി ബന്ധപ്പെട്ട അംശം കൂടിയിട്ടുണ്ടായെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക തീരുമാനിക്കും. നമുക്ക് ആയെങ്കിലും ചില ആൾമാരൊട്ടിക ഈ ശിർക്കിന്റെ വിഷയത്തിലും തൗഹീദിന്റെ വിഷയത്തിലും എല്ലാം ചൊല്ലുമ്പോൾ എല്ലാം മനസ്സിലായെങ്കും അങ്ങ് ചൊല്ലതായ കൊറിയ ന്യായം അല്ലെങ്കിൽ ഈ ശിർക്കാക്കുക കണ്ടെത്തിയതായ കൊറിയ ന്യായം. എന്ത് ആ ന്യായ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായമായിട്ട് നിങ്ങൾ ഈ ചൊല്ലതല്ല സരി വിചാരിക്കാം. നിങ്ങൾ ചൊല്ലതല്ല സരി, ഞങ്ങൾ ഓതരെ മാല പോലും ഞങ്ങളെ റാത്തീവും എല്ലാം ശിർക്കേണ്ട ഞങ്ങൾ വിചാരിക്കാം. അപ്പൊ ഞങ്ങളെ അബ്ബവും മരങ്ങളെല്ലാം നിരകത്താം അല്ലെ? അതായിട്ട് ഒരു മനുഷ്യ ഈ ശിർക്കിന്റെ വിഷയത്തിലാ തൗഹീദിന്റെ വിഷയത്തിലാ ബിദ്അത്തിന്റെ വിഷയത്തിലാ ചൊന്നു കൊടുക്കുമ്പോ ഫസ്റ്റ് കണ്ടെത്തുന്നതായ ന്യായത്തില് ഞങ്ങൾ അബ്ബവുമെല്ലാം നരകത്തില. ഞങ്ങൾ ഉസ്താദ് വലിയ വലിയ ഉസ്താദ് പള്ളിയിലെ വലിയ ഉസ്താദ് അയാൾ മരിച്ചു പോയിട്ട് ഞങ്ങളെ ബോബയിത്ത് അയാൾ 24 ഗಂಟೆ പള്ളിയിലെ ഇന്ന് അയാൾ നരകത്തില. നോക്കൊരു സഹോദരന്മാരെ, ഇത് ഒരു ന്യായമായിട്ട് ഇതൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 2 ജാഗയിൽ ഇതൊക്കെ മറുപടി കൊടുക്കണം. 2 ജാഗയിൽ. ഒന്നാമത്തേത് സൂറത്തുൽ മാഇദത്തെ 104 ആയത്തിൽ അള്ളാഹു ചൊല്ല വഇദാ ഖീല ലഹും നബിയ നിങ്ങൾക്ക് ചൊന്നാറുണ്ടായി എന്തേ തആലു ഇലാ മാ അൻസലല്ലാഹു വ ഇലാ റസൂൽ. അല്ലാഹുവും റസൂലുവും അല്ലാഹു ഇറക്കിയതായ അല്ലാഹുവിന്റെ റസൂലുവും അല്ലാഹു ഇറക്കിയ അല്ലാഹുവിന്റെ റസൂലുവും വന്നെ ഈ ഹിദായത്ത് നിങ്ങൾ സ്വീകരിക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ സ്വീകരിക്കരുണ്ട്. അങ്ങോട്ട് ചൊന്ന അങ്ങ ചൊല്ലാറ് ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. ഈ ആയത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. സൂറത്തുൽ മാഇദത്തെ 104 ആയത്ത്. എന്താ ചൊല്ലാറ്? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. ഞങ്ങളെ അബ്ബമാർ എന്തിനാക്കിറാറാ അത് നക്ക് മയ്യാവും. നിന്റെ പുതിയ ദീൻ എന്തിനാ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ അബ്ബമാരാക്കിറാർ അങ്ങ് ഇത്ര വർഷം അങ്ങ് ആക്കിറാർ. ഈ മൗലൂദും റാത്തീബും എല്ലാം അങ്ങ് ആക്കിറാർ. അപ്പൊ അങ്ങാക്കിയതല്ല ശിർക്ക, അങ്ങനെയുള്ള നരകത്തില. അതായിട്ട് അങ്ങ ചൊല്ല്. അത് അല്ലാഹു ഖുർആനിൽ മറുപടി ചൊല്ലി അങ്ങനെ ചൊല്ലാർ. അപ്പൊ അല്ലാഹ് പിന്നെ ചൊല്ലേ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹു കേക്കറി അങ്ങനെ അബ്ബവുമാർ ചിലപ്പോ ലാ യഅലമൂന അങ്ക് ഗൊന്തില്ല ಅಂತಾയോರಿಂಗ, അതല്ലെങ്കിൽ വലാ യഹ്തദൂൻ അങ്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല ಅಂತಾയോರಿಂಗ. 2 സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ അങ്ക് ഇത് ഗൊന്തില്ല, ചിലപ്പോ ഗൊന്തിക്കല, അല്ലെങ്കിൽ അല്ലാഹു അങ്ക് ഹിദായത്ത് കൊടുത്തിട്ടിക്കല. അപ്പൊ അങ്ക് ഹിദായത്ത് കൊടുത്തിട്ടില്ല ചൊന്നിട്ടു ഞങ്ങൾ ഹിദായത്ത് ഇല്ലാത്ത കാവരമ. അങ്ക് ഗൊന്തില്ല ചൊന്നിട്ടു അങ്ങ ഗൊന്തില്ല ಅಂತ ಹಾಕಿയത് ഞങ്ങ ഗൊന്തിന്നിട്ടു മാത്രമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. വേറൊരു സൂറത്തിൽ എനുന്തൽ വ്യക്തമായി ഞാൻ 2 ജാഗത്തിൽ 3 ജാഗകൾ അല്ലാഹു ചൊല്ലി. ഇത് 2ാമത്തെ ജാഗ സൂറത്തുൽ അറാഫിലെ 28ാമത്തെ ആയത്ത്. എനുന്തൽ വ്യക്തമായിട്ട് ഇന്നത്തെ ഞങ്ങളെ റായത്തിക്ക് സാഹചര്യത്തിക്ക് അനുഗുണമായ രൂപത്തിൽ അള്ളാഹു അതിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. ഇത് നാല് നക്ക് തോന്നിയതുപോലെ അറബി ഓടിട്ട് അറബി റായത്ത് ഓടിട്ട് നിങ്ങൾക്ക് അർത്ഥം വെക്കണല്ല. നിങ്ങൾ ഏത് തഫ്സീർ എടുത്തു നോക്കിയിട്ടായെങ്കിലും ഇതിലെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് നിൽക്കാണ്. അത് ഏത് ഖുറാന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾ എടുത്തെങ്കിലും
തഫ്സീർ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ನಾನು ചൊന്നതായിട്ടിക്കற ಅದರ ಅರ್ಥ കാരണം പണ്ഡിതന്മാർ അത് അങ്ങനെ വിശദീകരിച്ചതാണ്. അതുകൊണ്ടായിട്ടിക്കറതാണ് ചൊല്ലി ഈ ആയത്തിൽ അല്ലാഹു എന്ന് ചൊല്ലി വഇദാ ഫഅലു ഫാഹിഷ അങ്ങനെ ഒരു തപ്പാക്കറ അത് ശിർക്കാവട്ടെ ബിദ്അത്താവട്ടെ എന്തു വേണോ അങ്ങതാക്കറ ആക്കിയണ്ടായെങ്കിൽ ഖാലു അങ്ങ ചൊല്ലാറ് വജദ്നാ അലൈഹാ ആബാഅന അങ്ങ രണ്ട് വിഷയം ചൊല്ലാറ്. ഒന്നങ്ങ ചൊല്ലാറ് വജദ്നാ അലൈഹാ ആബാഅന ഞങ്ങളെ അബ്ബ ഉമ്മരങ്ങ അങ്ങ എത്രമാ കാലായിട്ട് അങ്ങ ഇതേ ആക്കിയിട്ടില്ലേ നോക്കറു. ഈ അത് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങ കേൾക്കുമ്പോഴേക്കിത്ത ഒരു ക്വസ്റ്റ്യൻ എന്തിനെ ഈ അബ്ബ ഉമ്മരങ്ങ എവിടെ എത്തും അല്ലെ? ഒരു കുത്തുബിയത്ത് നിങ്ങൾ ഉദാഹരണം എടുക്കും. കുത്തുബിയത്ത് ചൊല്ലത് ഈ അബ്ബ ഉമ്മരങ്ങളെ എണ്ണിപ്പോയെങ്കിൽ എത്ര തലമാറ് അല്ലെങ്കിൽ എത്ര മേലിലെത്തും? ഒരു 400 വർഷം അല്ലെങ്കിൽ ഒരു 500 വർഷം യാറെ പോയി കറക്റ്റ് എക്സാക്ട് നമ്പർ ഒന്നും നോക്കിയിട്ടില്ല. ഒരു 400-500 ഇടയിലുള്ള വർഷം. ആ 500 വർഷத்துக்கு മേലുള്ള അബ്ബ ഉമ്മരങ്ങ നിങ്ങൾക്ക് വേണ്ടി അല്ലെ? ഹിജറ 1000ക്ക് മേലുള്ള അബ്ബ ഉമ്മരങ്ങ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഈ അബ്ബ ഉമ്മ ചൊല്ലത് ഒരു ഇതിൽ ഉണ്ടാവില്ലല്ലേ? ഇനി രണ്ടാമത്തേത് ഞങ്ങളെല്ലാം ഇന്ത്യത്തിലുള്ള ആൾമാർ ഞങ്ങളെ അബ്ബ ഉമ്മരങ്ങളെ ഞങ്ങൾ ഫോളോ ആക്കുക പോയെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു അബ്ബ ചില മുസ്ലിം അല്ലാത്ത ആളായിട്ട് ഇക്കുമെന്തുണ്ട് സാധ്യത ഉണ്ട് അല്ലെ? ഞങ്ങൾ ഇന്ത്യത്തിലുള്ള ആൾമാർ ഞങ്ങൾ സൗദിയിലെ ഇന്ത്യക്ക് ഹിജറ പോയെന്തു അല്ലല്ലേ? അപ്പൊ ഞങ്ങളെ അബ്ബ ഉമ്മരെ ചിലപ്പോ ഒരു 5 തലമാറ് ഒരു 10 തലമാറ് മാക്സിമം ഒരു 10 തലമാറ് പിടിക്കുന്ന ഒരു 10 ബോബ എത്തിയെങ്കിൽ ചിലപ്പോ 11ാമത്തെ ബോബ എന്താ എത്തിക്കും? ചിലപ്പോ വേറെ ഏതെങ്കിലും ദീനുള്ള ആളായിട്ടിക്കും. അപ്പൊ ഈ അബ്ബമാരെ പോലാക്കി ആ ബോബരെ നിങ്ങൾ പുട്ടമാ അവിടെ ഇട്ടിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി ಈಗ ಈ ಶಿರ್ಕುം ಖುರಾಫಾത്തും ಬಿದ್അത്തും ಎಲ್ಲ ಆಕಿ ತಾನು ಚೊಲ್ಲಾರಂದ್ರೆ ವಜದ್ನಾ ಅಲೈಹಾ ಆಬಾಅನ ಅಬ್ಬಮಾರಿ ಇങ്ങനെ ആക്കിരി. രണ്ടാമത്തെ ഒരു ന്യായ ചൊല്ലാരെന്തരെ വല്ലാഹു അമറനാ ബിഹാ ഇത് ഞങ്ങളുടെ അല്ലാഹു പഠിപ്പാട്ടിനെ അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു പഠിപ്പാട്ടാണ് ചൊല്ലാറ്. ഇത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പാട്ടിനെ അല്ല ഞങ്ങളുടെ ആയത്ത് എത്ര വലിയ ശിർക്കാക്കിற ആളുമാർക്കും എന്തുണ്ട്? ഖുർആന്റെ ആയത്തുണ്ട്. സിയമ്മയുടെ ഒരു ലോക നിയന്ത്രിച്ചോണ്ട് ചൊല്ലുന്നു അങ്ങ് ഖുർആനിൽ എന്തുണ്ട്? ആയത്തുണ്ട് അല്ലേ? ആലോചനാക്കി നോക്കുക. അല്ലാഹുവിന്റെ ഏറ്റവും ഖാസായ സിഫത്തായിട്ട് റബ്ബ് ചൊല്ലുന്ന സിഫത്ത് അല്ലെങ്കിൽ റബ്ബ് ചൊല്ലുന്ന ഇസ്മു. ആ റബ്ബ് ചൊല്ലുന്ന ഇസ്മു ഉൾപ്പെടുന്നതിൽ 3 വിഷയം ഉണ്ട് പണ്ഡിതന്മാർ പഠിപ്പാട്ട്. ഒന്ന് ഖാലിഖ്, 2 മാലിക്, 3 മുദബ്ബിർ ലോക നിയന്ത്രിക്കുക. അല്ലാഹുവിന്റെ ഖാസായ സിഫത്തായിട്ട് മക്കത്തെ മുശ്രിക്കരങ്ങ അല്ലാഹുവിന്റെ 14 സിഫത്ത് എണ്ണിയുണ്ടായെങ്കിൽ പ്രധാനപ്പെട്ട 14 സിഫത്ത് അങ്ങ് അംഗീകരിച്ച 14 സിഫത്ത് മക്കത്തെ മുശ്രിക്കരങ്ങ അല്ലാഹു അംഗീകരിച്ച 14 സിഫത്ത്. ആ 14 സിഫത്തിൽ ഒന്ന് മുദബ്ബിർ അല്ലാഹു ആയിട്ട് മക്കത്തെ മുശ്രിക്കരങ്ങ അംഗീകരിച്ച സിഫത്ത് അല്ലാഹുവിന്റെ വിഷയത്തിൽ അല്ല. അങ്ങനത്തെ അല്ലാഹു കേൾക്കും ഈ ലോകത്തെ നിയന്ത്രിക്കാറ് ബദൽ അല്ലാഹു ചൊല്ല അങ്ങ് ചൊല്ലാറില്ല അല്ലാഹു. അപ്പൊ ആ മക്കത്തെ മുശ്രിക്കരങ്ങ അംഗീകരിച്ചത് ആ മക്കത്തെ മുശ്രിക്കരങ്ങ പോലും അല്ലാഹുവിന്റെ വിഷയത്തിൽ അംഗീകരിച്ചതിനെ സിയമ്മയുടെ ഒരു ലോക നിയന്ത്രിക്കുക ചൊല്ലാറ്. അതൊക്കെ ഇവിടെ പ്രൂഫ് ഉണ്ട്, ഖുർആനിൽ പ്രൂഫ് ഉണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ ആയത്തുദ്ര. അപ്പൊ അല്ലാഹു ചൊല്ല അങ്ങനെ ഇതെല്ലാം ചൊല്ലിട്ട് അങ്ങ് ചൊല്ലാറ് വല്ലാഹു അമറനാ ബിഹാ ഇത് അല്ലാഹു നിങ്ങൾക്ക് എന്താക്കിയത് പഠിപ്പാട്ടിയതുണ്ട്. അല്ലാഹു ചൊല്ലേ കുൽ കുൽ നബിയെ നിങ്ങൾ ചൊല്ലണം ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ അല്ലാഹു ഒരിക്കലും എന്താക്കില്ല നിങ്ങൾ ഈ ആക്കിര തെമ്മാടിത്തരത്തെ അല്ലാഹു ഒരിക്കലും നിങ്ങൾക്ക് പഠിപ്പാട്ടില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഗൊന്തില്ലാത്തതിനെ നിങ്ങൾ ചൊന്നോല്ലാറ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അല്ലെങ്കിൽ ഈ ശിർക്ക് ആക്കിരെ ആൽമാരൊട്ടിക അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടോള്ളതായ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ 3ാമത്തെ ജാഗ സൂറത്തു ത്വാഹ 3 ആയത്ത് നിങ്ങൾ പഠിച്ചു നോക്കൂ. സൂറത്തു ത്വാഹത്തെ 49 വരെ പഠിച്ചിട്ട് 55ാമത്തെ ആയത്ത് പോലത്തെ ഭാഗം അവിടെ അല്ലാഹു ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും ഇങ്ങനെ 3 ആളുടെ ഇടയിൽ നടന്ന ആ ഒരു സംവാദത്തെ ആ ഒരു ചർച്ചയെ അല്ലാഹുവോട് വിശദീകരിക്കുന്നതായിട്ട്. അങ്ങനെ ഫിർഔൻ മൂസാ നബിയുടെ കേൾക്കറ ഫമൻ റബ്ബുകുമാ യാ മൂസ നിങ്ങൾ റബ്ബാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ആ റബ്ബിനെ വിശദീകരിച്ചു കൊടുക്കുക. ആറ് റബ്ബുണ്ട്. 2ാമത്തെ ആയത്തിൽ 3ാമത്തെ ആയത്തിൽ ഫിർഔൻ മൂസാ നബിയുടെ കേൾക്കുന്ന ക്വസ്റ്റ്യൻ നന്റെ റബ്ബ് ഇതിട്ട് ചൊന്നപ്പ വെരി നെക്സ്റ്റ് മൂസാ നബി ഒട്ടിക്ക് ഫിർഔൻ കേൾക്കറ
ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസ നീ ചൊല്ലേണ്ട റബ്ബിനെ ഞങ്ങൾ അംഗീകരിച്ചാണ്ടായെങ്കിൽ ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയ ആൾമാരുടെ അവസ്ഥ എന്ത് നോക്കുക. എത്ര കറക്റ്റ് ഉണ്ട്. ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയ ആൾമാരുടെ അവസ്ഥ എന്ത്? അതേ ക്വസ്റ്റൻ അല്ലേ ഞങ്ങളുടെ റായത്തില് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തെ ആൾമാർ ഞങ്ങളുടെ കേൾക്കരുത്. മരിച്ചുപോയ ഞങ്ങളുടെ അവസ്ഥ എന്ത്? അങ്ങനെയുള്ള നരകത്തില. ഈ ഖബറിസ്ഥാനിൽ ഒരു 1000 കബറിക്കും അതിലൊരു 100 ആൾമാരും ഈ റാത്തീബും മൗലൂദും എല്ലാം ആക്കിയ അങ്ങനെയുള്ള നരകത്തില. അല്ല, ഈ മുസ്ലിം ഉമ്മത്തിനെ പിടികൂടുക വേണ്ടിയിട്ട് അങ്ങനെ ഈ ശിർക്കിൽ നിലനിർത്തുക വേണ്ടിയിട്ട് ഞങ്ങളുടെ റായത്തിൽ ഉസ്താദുമാര് യൂസ് ആക്കിയ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് ഗ്രന്ഥരെ അബ്ബമാരെല്ലാം നരകത്തിൽ നിങ്ങൾ ചൊല്ലാറ്, ഉമ്മമാരെല്ലാം മുശ്രിക്ക് ചൊല്ലാറ്. അങ്ങനെ ഒട്ടിക്ക് നിങ്ങൾ കൂടനാണ്ടായിട്ട് കേൾക്കരുത്. കൂടെ ഫിറഔന് കേൾക്കരുത്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. ഞങ്ങളെ മുന്നോൽ കഴിഞ്ഞു പോയ ആൽമാരുടെ അവസ്ഥ എന്തിനാണ്? അവിടെ മൂസാ നബി അലൈഹിസ്സലാം കൊടുത്തൊരു ഉത്തരവുണ്ട്. അതേ ഉത്തരം ഞങ്ങൾ പഠിച്ചു വെച്ചെങ്കിൽ അതേപോലെ ആര് ആ ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ ഈ ഉത്തരം കൊടുത്തെങ്കിൽ എന്തിനാ മൂസാ നബി കൊടുത്ത ഉത്തരം? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അങ്ങനെ വിഷയത്തിലുള്ള ഇൽം അത് അല്ലാഹുവിന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അല്ലാഹു എന്താക്കിയ അത് രേഖപ്പെടുത്തി വെച്ചു. അത് ഞങ്ങൾ നോക്കുന്ന ആവശ്യകത ഇല്ല. അങ്ങ് മരിച്ചു പോയാൽ അങ്ങനെ വിഷയത്തിലുള്ള ഇൽം അല്ലാഹു എന്താക്കിയ ഒരു കിതാബിൽ എഴുതി വെച്ചിര. ആ കിതാബിലുണ്ട്. അത് ഞങ്ങൾ നോക്കുന്ന ആവശ്യകതയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ യദില്ലു റബ്ബി വലാ യൻസ. ഞങ്ങളെ റബ്ബ് ഒരിക്കലും എന്താവില്ല തപ്പിപ്പോണ്ടവ അല്ലെങ്കിൽ മറന്നു പോണ്ടേ ചൊല്ലത് ഞങ്ങളെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതായിട്ട് സഹോദരന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കത്തെ ഒരു വിഷയം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കും. അപ്പൊ ഈ ശിർക്ക് ആക്രതായ ആൾമാർ ഏറ്റവും വലിയൊരു ന്യായം ഇതായിട്ട് അതൊക്കെ ഖുർആനിൽ 3 ജാഗയിൽ അള്ളാഹു കൃത്യമായിട്ട് ആൻസർ ആക്കി. അപ്പൊ അതൊരു ന്യായമല്ല. ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുമാണ്. ഇനി അതിനെ ഒരു ന്യായമായിട്ട് കൊണ്ടുവന്നെങ്കിൽ നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, ആ അബ്ബമാർ എവിടെ എത്തുക? ഏത് ശിർക്കും ഏത് ഖുറാഫാത്തും മാക്സിമം പോയെങ്കിൽ ഒരു ഹിജ്റ 400 എത്തുക. ആ ഹിജ്റ 400ന്റെ മേലിൽ ഞങ്ങളുടെ അബ്ബമാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആൾമാരുള്ള അല്ലെ? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ സമുദായം നന്റത്, അതിൽ പിന്നത്തത് നബി തങ്ങൾ ചൊന്ന സമുദായം. നാ ഫസ്റ്റ് ചൊന്നു വെച്ച് ഹദീസ് അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി. നന്റെ സ്വഹാബിമാർ ഈ ഉമ്മത്തിനെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇക്കിറിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ആ ഒരു തലമാറുണ്ട്. അപ്പൊ അങ്കത്തന്നെ അങ്ങനെ മുട്ടത്തികത്തന്നെ അങ്ങ് ഓതിരാറ റാത്തീബ്, അങ്ങ് ഓതിരാറ ഈ മൗലൂദ്, അങ്ങ് ഓതിരാറ ഈ കുത്തുബിയത്ത് കേൾക്കണായ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നോക്കൂ, ഈ വിഷയത്തെ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കും. രണ്ടാമതായിട്ട് നോക്കൂ, നിങ്ങൾ ഷിർക്കാക്ര ആത്മാർ ചൊല്ലതായ വലിയ ഒരു ന്യായ എതിരെ നഗ എന്താക്കില്ല അങ്ങനത്തെ സഹായ കേൾക്കറല്ല. നഗ മടവൂർക്ക് പോണ്ടതും, നഗ സയ്യിദ് ബദരിന്റെ ദർഗത്തുക്ക് പോണ്ടതും, നഗ കാജൂർക്ക് പോണ്ടതും, നഗ ഇന്ന ജാതികളിൽ പോണ്ടത്, നാഗൂർക്ക് പോണ്ടതും, നഗ അജ്മീർക്ക് പോണ്ടതും എന്തൊരു ഉദ്ദേശം? നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താവില്ല അള്ളാഹുട്ട നമുക്ക് കേൾക്കുകയില്ല. നമുക്ക് അതുക്കുള്ള എന്തില്ല, നമുക്ക് അതുക്കുള്ള ശക്തിയില്ല. നഗ ചമ്മ തപ്പാക്കിയാൽ അപ്പൊ ഇങ്ങനെ ത്രൂല് നഗ എന്താക്കുക അള്ളാഹുടെ മുട്ട നമുക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ പോയിട്ട് അങ്ങനെ ഖബറെല്ലാം സിയാറത്താക്കി തങ്ങളുടെ ഞങ്ങളെ സങ്കഷ്ടവും ബുദ്ധിമുട്ടുള്ള ചൊല്ലും അള്ളാഹു എന്താക്കുക അള്ളാഹുടെ മുട്ടത്തിൽ അങ്ങനെ എന്താക്കുക എത്തുപാട്ടുകാരുണ്ട്. ഇതായിട്ട് പിന്നൊരു ന്യായം. ഇതുക്കും അള്ളാഹു ഖുർആനിൽ എന്താക്കുക നമുക്ക് മറുപടി അള്ളാഹു തന്നു. അപ്പൊ ഇതൊക്കെന്തും ഈ ഞങ്ങളുടെ റായത്തിൽ ഷിർക്കാക്കരുതായ അല്ലെങ്കിൽ ഷിർക്ക് ആൾമാർ എത്തുപാട്ടരുതായ ആൾമാർ ചൊല്ലിട്ട് ഒരു ന്യായത്തിനും ഞങ്ങൾ എന്താക്കുന്ന ആവശ്യകതയില്ല. ಅದಕ್ಕೂಲ್ಲ ಉತ್ತರ ಅವಡೆಂದು ತೇಡ್ರ ಅವಶ್ಯಕತೆ. ಅದಕ್ಕೆಲ್ಲ ಆರ ಮರುವಡಿ ಕೊಡ್ತಾರ ಅಲ್ಲಾಹ್ ಕೊಡ್ತಾರ. ನೋಡ್ರಿ ಪರಿಶುದ್ಧ ಕುರಾನ್ ಸೂರತ್ ಯೂನುಸ್ 18ാമത്തെ ആയത്ത് അല്ലാഹു ചൊല്ല വയഅബുദൂന മിൻ ദൂനില്ലാഹ്. അങ്ങ അല്ലാഹു അല്ലാണ്ട് അങ്ങ ഇബാദത്ത് ആക്കറ. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അൻകു ഉപകാര ഇല്ലാത്ത അൻകൊരു ഉപകാര ആക്കാത്ത ഒരു ഉപദ്ര ആക്കാത്ത കുറിയ വസ്തു അങ്ങെന്താക്കറാറ് അങ്ങ് ആരാധിക്കറാറ്. അപ്പൊ ഈ ആരാധന ചൊല്ലത് ഞങ്ങൾ ഇബാദത്താക്കില്ല ചൊന്ന സത്യം എന്താവില്ല, ഇബാദത്ത് അല്ലാണ്ടാവില്ല. ഏതുപോലെ ഒരു നല്ല തണ്ണീര കുപ്പിൽ ഒരാൾ കുറെ കല്ല് കൊടുത്ത് നിറച്ചിട്ട്, കല്ല് കുടിക്കുന്ന കല്ലുണ്ട് നിറച്ചിട്ട് അതിൽ പുറത്തിൽ തണ്ണിയും എഴുതി വെച്ചിട്ട് അത് കല്ലല്ലാണ്ട് അവിടെ അല്ലേ
അപ്പൊ അങ്ങ് ആക്കരെതിരെ ഇബാദത്ത് അല്ലാണ്ട് ചൊന്നുകൊണ്ട് അത് ഇബാദത്ത് അല്ലാണ്ടാവില്ല. ഇബാദത്ത് ആവരപ്പ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഉദാഹരണം ചൊന്നെ അള്ളാഹുട്ട ഞങ്ങൾ ഒരു കാര്യത്തെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ബേജാറിനെ ചൊല്ലുമ്പോഴത്തേക്കും അള്ളാഹുവിൽ നിന്നിട്ട് ഞങ്ങൾ ഏത് രൂപത്തിൽ സഹായ പ്രതീക്ഷിക്കണമോ അതേപോലെ അള്ളാഹുരെ ഏത് സൃഷ്ടിയിൽ നിന്നിട്ട് പ്രതീക്ഷിച്ചെങ്കും അതെന്തരട്ടിക്കരുത് ഷിർക്കായിട്ടിരിക്കുക. അപ്പൊ അള്ളാഹുട്ട കേൾക്കരുത് ഇബാദത്ത്, ആ ഇബാദത്ത് അള്ളാഹു സൃഷ്ടിക്ക് കൊടുത്തേക്ക് അതെന്തരേ അത് ഷിർക്ക്. അപ്പൊ അള്ളാഹുടെ ചൊല്ലുമില്ല അള്ളാഹു അല്ലാണ്ട് അങ്ങ് ഇബാദത്താക്കുറാർ നമുക്കൊരു ഉപകാരം ഇല്ലാത്ത ഒരു ഉപദ്രവവും നമുക്കാക്കാത്ത കുറെ വസ്തു വയ്ക്കാർ. അങ്ങനെ ചൊല്ലുന്ന ന്യായം ഇതായിട്ട് കൃപ്പായിട്ട് അങ്ങനെ ചൊല്ലുന്ന ന്യായം എന്താ വയഖൂലു ഞങ്ങൾ ചൊല്ലാറ് ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ് ഇങ്ങ അല്ലാഹുടെ മുട്ട നമുക്ക് ഷഫാഅത്താക്കുറാറ് ഇങ്ങ അല്ലാഹുടെ മുട്ടത്തുക്ക് ഞങ്ങളെ വേഗ എത്തുപാട്ടുറാറ് ഷഫാഅത്താക്കുറ അല്ലാഹുടെ മുട്ടത്തുക്ക് ഞങ്ങളെ എത്തുപാട്ടുറാറ് ശുപാർശ ആക്കുറാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കേൾക്കുന്നതായ ഒരു ക്വസ്റ്റ്യൻ എന്തിന് ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ഗൗരവമുള്ളതായ ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുക. അല്ലാഹു കേൾക്കുക അതുനബ്ബിഊനല്ലാഹ നിങ്ങൾ അല്ലാഹുക്ക് പരിപാടി കൊടുക്കറമ. അല്ലാഹു കേൾക്കുക നിങ്ങൾ അല്ലാഹുക്ക് പരിപാടി കൊടുക്കറമ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശത്തിലും ഭൂമിയിലും അല്ലാഹുക്ക് ഗൊത്തില്ലാത്തതിനെ നിങ്ങൾ അല്ലാഹുക്ക് പരിപാടി കൊടുക്കറമാണ്ട് അല്ലാഹു ഞങ്ങളുടെ കേൾക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അങ്ങനെ ശിർക്കാക്കുന്നതിൽ നിന്നിട്ട് അല്ലാഹു എത്രമാ പരിശുദ്ധനായിട്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് സഹോദരൻ ഇതായിട്ടിരിക്കുന്ന ഞങ്ങളെ റായത്തിൽ എത്രമാ ആൾമാർ ശിർക്കാക്കുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ന്യായമായിട്ടിരിക്കുക. നമുക്ക് ഡയറക്റ്റ് അല്ലാഹുട്ട കേൾക്കുവാവില്ല. അല്ലെ പണ്ട് നമുക്ക് ಗೊತ್ತುಂಟು KSRTC ബസ്സും ബെൻസ് കാറും ഉദാഹരണമല്ല ചൊന്ന ഉസ്താദുമാരല്ല നിങ്ങൾക്ക് ಗೊತ್ತುಂಟು. അപ്പൊ ഈ ഒരു ന്യായ മുസ്ലിംകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അല്ലെ. ഒരു റൂമൊരു ലൈറ്റ് എല്ലാം ചിമ്മാക്കിയിട്ട് യാ ഹൗദി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചുന്തു 1000 പട്ട വിളിച്ചെങ്കിൽ എന്തിനാ വിശ്വാസം എന്തിനാ അവിടെ വിശ്വാസത്തിലെ ശിർക്കുണ്ടു അത് ഇതൊക്കെ ബന്ധപ്പെട്ടില്ല ആയെങ്കും എന്തിനാ വിശ്വാസം വമൻ യുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി ചിന്തിക്കൊണ്ടങ്ങ ഇതിക്ക് വേറെ ഒരു ബന്ധമുണ്ട് എന്നാ ചൊല്ല ഒരാള് വമൻ യുനാദിസ്മി അൽഫൻ നന്റെ പേര് ഒരാൾ വിളിച്ച 1000 പട്ട വിളിച്ച ബിഖൽവതിഹി അവന്റെ ഖൽവത്തിൽ വർത്തനായിട്ടിരിക്കുമ്പോഴത്തേക്കും അവനെ വിളിച്ചാണ്ടായെങ്കിൽ അജബുതുഹു മുസ്രിആ അപ്പമേനാണ് അവനിക്ക് എന്താക്കറേ ഉത്തരം കൊടുക്കുക. അപ്പമിൻ അജലി ദഅവതി അവന്റെ ആ ദഅവത്ത് നന്റെ വിളിക്കുന്നതാണ് എന്താക്കറ അപ്പമേ നാ ഉത്തരം കൊടുക്കുക. നോക്കറ സഹോദരന്മാർ ഈ മൗലൂദ് കിതാബിലല്ലോ അത് ഞങ്ങൾ വേറമേ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയത്തിക്കുന്നത് ബന്ധതായ ഈ രൂപത്തിലുള്ള ശിർക്കിനെ ഈ ലൈനെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കിയിട്ടായെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുമായിട്ട് അതിക്ക് ബന്ധമില്ല. ഏതെങ്കിലും ഒരു മൗലൂദ് കിതാബിൽ ഒരു ലൈൻ മുഹിയുദ്ദീൻ ശേഖര വിഷയത്തില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തില പാടുற ഈ ശിർക്കിലെ ഒരു വരി ഒരു ലൈൻ ഞങ്ങൾ എടുത്തിട്ട് ഖുർആൻ നോക്കി ഒരു ബന്ധക്കുന്നത്. ഇപ്പൊ ഈ ചൊന്നത് നോക്കൂ നന്റെ 1000 പട്ട വിളിച്ചെങ്കിൽ അജബുതുഹു മുസ്രിആ അപ്പമേ നാണ് അവനക്ക് ഉത്തരം കൊടുക്കുക. ഇതൊക്കെ ഖുർആനുമായിട്ട് ബന്ധമുണ്ട്. ഖുർആൻ അല്ലാഹുരുടെ വിഷയത്തിൽ ചൊല്ലുന്നതിരെ ഉദുഊനി അസ്തജിബ് ലക്കും ആയത്തുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ട്. ഉദുഊനി നിങ്ങൾ നന്റെ വിളിക്കൊരു അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് അപ്പമേ ഉത്തരം തന്നെ ആ ആയത്തിനെ. അപ്പൊ ഇത് നിങ്ങൾ ചിന്തിക്കൂ ഇത് ഇസ്ലാമിനെ പ്രൊട്ടക്ട് ആക്കുന്ന ആൾമാർ ഉണ്ടാക്കിയതാ ഇസ്ലാമിനെ നശിപ്പിക്കുക വന്ന ആൾമാർ ഉണ്ടാക്കിയതായിട്ട് ഈ ജണ്ട് മാത്രം വെച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേറെയും ഈ രൂപത്തിൽ നിങ്ങൾ പരിശോധിക്കുക പോയെങ്കിൽ ഇതിക്ക് സമാനമായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കുക അവിടെ വിശ്വാസം എന്താ മുഹിയുദ്ദീൻ ശേഖറെ വിളിച്ചെങ്കിൽ അജബുതുഹു മുസ്രിആ അപ്പമേ ഉത്തരത്തുണ്ട്. അതുകൊണ്ടായിരിക്കും ചെറിയ പിന്നവേ ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് എന്തേ ഞങ്ങളെ ബാംഗ്ലൂർ ഭാഗത്തുള്ള ഉണ്ടായെങ്കിൽ ഭൂലക പോകുമ്പോഴത്തേക്കും യാ മുഹിയുദ്ദീൻ ശേഖറെ വിളിക്കുക. കേരളത്തിലുള്ള പോയെങ്കിൽ മമ്പറത്ത് തങ്ങളെ വിളിക്കുക. ഇത് ഈ അടിസ്ഥാനത്ത്. അപ്പൊ ഇത് നോക്കുക നിങ്ങൾ ഇത് എവിടെ വന്നത് ആറ് തുടങ്ങിയത് ഇത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാൻ ചൊന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ അങ്ങനെ ന്യായം എന്തേ ഷഫാഅത്താക്കല് ഞങ്ങൾ അള്ളാഹുടെ മുട്ട എത്തുപാട്ട് അങ്ങനത്തെ അള്ളാഹു ഗൊന്തില്ലാത്തത് നിങ്ങൾ പരിപാടി കൊടുക്കറമാണ് അള്ളാഹു കേൾക്കറങ്ങട്ട. അപ്പൊ അത് ഗൗരവമുള്ള വിഷയമായിട്ട് നിങ്ങൾ ഈ ആയത്തിൽ നിന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായിട്ട്. ഇനി രണ്ടാമത്തെ ഒരു ആയത്തുണ്ട് സൂറത്തു സുമറിന്റെ 3-ാമത്തെ ആയത്ത്. അവിടെയും അള്ളാഹു ഇതിരെ
തെല്ല് വിശദീകരിച്ചിട്ട് അല്ലാഹു ചൊല്ല. ഈ ശഫാഅത്തിനെ തെല്ല് യാറെ വിശദീകരണം കൊടുത്തിട്ട് അല്ലാഹു ചൊല്ലതിരെ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. ഇനി ഈ ഇബാദത്ത് ആ ഇബാദത്തിനെ പലക്ക ദുആ അതൊക്കെ എന്തു നിങ്ങൾ പോണ്ട. അല്ലാഹു ഇവിടെ വ്യക്തമായിട്ട് ചൊല്ല അല്ലാഹു അല്ലാത്തങ്ങി ഒരു ഔലിയ ഒരു സഹായിയെ കണ്ടെത്തിയതായ ആൾമാർ. അല്ലാഹു അല്ലാത്ത വേറെ ഒരു സഹായിയെ കണ്ടെത്തിയ ആൾമാർ. അങ്ങനെ ചൊല്ലാറ് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അങ്ങനെ ചൊല്ലാറ് ഇങ്ങ ഞങ്ങളെ അല്ലാഹുവിന്റെ മുട്ടത്തുക്ക് ഖരീബാക്കറ മുട്ടാക്കറ. അതുകൊണ്ടായിട്ട് ഞങ്ങൾ എന്താക്കറേ ഇങ്ങളെ ഇബാദത്ത് എടുക്കറേ, ഇങ്ങക്ക് നേർച്ചാക്കറേ, ഇങ്ങളെ ഖബറിന്റെ മുട്ട കൊണ്ടേ. ഇതെല്ലാം എന്തെങ്കിലും ഇങ്ങ അല്ലാഹുവിന്റെ മുട്ടത്തുക്ക് ഇങ്ങ ഞങ്ങളെ എത്തുപാട്ടറ. അല്ലാഹു ചൊല്ലേ എതിരെ അല്ലാഹു ചൊല്ലേ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും മാ ഹും ഫീഹി യഖ്തലിഫൂൻ. അങ്ങനെ ഇഖ്തിലാഫുലായ ആ വിഷയത്തിൽ അല്ലേ ഒരു വിഭാഗം ആൾമാർ തീരാണ്ടും ഒരു വിഭാഗം ആൾമാർ ആവുണ്ട് ചൊണ്ട ആൾമാർ അങ്ങനെയായിട്ടുള്ള ആറ് തീർപ്പ് കൽപ്പിച്ചതാ. അത് അല്ലാഹു തീർപ്പ് കൽപ്പിച്ചതാ. അതിൽ ഞങ്ങൾ പിന്നെ യാറെ തർക്കിക്കറ ആവശ്യക്കത്തില്ല, ചമ്മ സംവാദത്തെ ആവശ്യക്കത്തില്ല. അത് അല്ലാഹു തീരുമാനിച്ചിട്ടേ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. കളവു ചൊല്ലിന്റെ ആൾമാരെ അല്ലാഹു ഒരിക്കലും ഹിദായത്തിലാക്കല. അപ്പൊ സഹോദരന്മാരെ ഗൗരവത്തിൽ ഈ ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും. സ്വഹാബിമാർ എത്ര ജാഗ്രതയാക്കി നടന്നു. സ്വഹാബിമാരുടെ ജീവിതത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബൈഅത്തു റിദ്വാൻ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് മക്കത്തെ മുശ്രിക്കരായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നൊരാലോചന ന്യൂസ് കിട്ടിയപ്പോൾ ഒരു കരാർ നബി തങ്ങൾ സ്വഹാബിമാരെ മുന്നിൽ വെച്ചിട്ടാക്കുക. അതൊരു മരത്തെ കീഴായിട്ട് ഈ ബൈഅത്തു റിദ്വാൻ സംഭവിച്ചത്. ഹദീസിൽ കാണാം ഈ മര ഏതിട്ട് സ്വഹാബിമാരെ പ്രധാനപ്പെട്ട സ്വഹാബിമാരെല്ലാം കാലം കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആൾമാർ ഒരു മരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായി. ആ മരത്ത് ചില ആൾമാർ എന്താക്കിയെന്നാറ് അത് ഏത് മര അപ്പൊ ഒരു മര അങ്ങ് തീരുമാനിച്ചിട്ട് ആ മരത്തെ മുട്ട പോയിട്ട് എന്താക്കിയെന്നാറ് അവിടെ തെല്ലാറ് നിൽക്കര് അവിടെ ഇബാദത്തൊന്നും ആക്കിയില്ലാത്ത അത് നബിതങ്ങ ബൈഅത്താക്കിയ ഒരു മര അല്ലേ. അങ്ങനെ ആ മരത്തിന് ഒരു പ്രാധാന്യത്തെ കൊടുത്തിരുന്നത് ആ ഹദീസിലെ അല്ലെങ്കിൽ ആ ഹദീസിലെ തുടക്കത്തിൽ കാണാം സ്വഹാബിമാർക്കിടയിൽ അല്ലെങ്കിൽ ആ പോയി വരുന്ന ആൾമാർക്കിടയിൽ തർക്കം ഏത് മറാൻ ടങ്ക് എന്തില്ലാണ്ട് ഗൊന്തില്ല. ഞങ്ങളെ റായത്തിനൊക്കെ പോയെങ്കിൽ ഞങ്ങളെ പിന്നെ മാംഗ്ലൂർ കഴിഞ്ഞെങ്കിൽ ഉപ്പലത്തേക്ക് പോകേണ്ടതിൽ ഒരു മരമുണ്ട്, മൂന്ന് ആ മരത്തെ മുട്ട പോയിട്ട് എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ ഒരു പച്ച തുണി കെട്ടി എന്താവും ഉദ്ദേശം പൂർത്തിയാവും. ആ മരത്തേക്ക് കെട്ടിട്ട് മക്ക കിട്ടിയ ആൾമാർ മക്ക ഞങ്ങൾക്ക് ആ മരത്തേക്ക് കെട്ടിട്ട് ഞങ്ങൾക്ക് മക്ക കിട്ടിയിട്ട് നണ്ടട്ട ചൊന്ന ആൾമാരുണ്ടാവും. ഞങ്ങളുടെ റായത്തുള്ള ആ മരത്തേക്ക് തുണി കെട്ടിട്ട് ഞങ്ങൾക്ക് മക്കളെ കിട്ടിയിട്ട് ചൊന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് ആ മരത്തേക്ക് തുണി കെട്ടിട്ട് ഞങ്ങൾക്ക് മക്കളെ കിട്ടിയിട്ട് നോക്കൂ. ആ സ്വഹാബിമാര് നബിതങ്ങ ബൈഅത്താക്കിയത്തെ മറ ഏതിട്ട് ആരും കൊണ്ടില്ല, സ്വഹാബിമാർക്ക് കണ്ടെത്തുകയുമില്ല. എന്തെങ്കിലും ഒരു പ്രാധാന്യത്തിനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു കരാറ് നടത്തിയ ഒരു മരത്തുകല്ലേ സ്വഹാബിമാർ പ്രാധാന്യം കൊടുക്കണം. ആ മറക്ക് ഗൊന്തു വേണ്ടി ഗൊത്തില്ല. ലാസ്റ്റ് എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ആ മറ ഇതുണ്ട് ചെന്നിട്ട് ആ മരത്തെ മുട്ട പോയിട്ട് ഇബാദത്തൊന്നും അങ്ങ് ആക്കിയില്ലാത്ത കുറെ നേരം അവിടെ പോയിട്ട് വെച്ചോണ്ട് മുന്നോട്ടുള്ളതാണ്. ഈ ന്യൂസ് ആര് കേട്ടത്? അന്നത്തെ ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു. ഉടനെ ചിന്തിക്കോട്ടെ എന്തിനാക്കണായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ഞങ്ങളെ റായത്ത് ഭൂരിഭാഗം എന്റെ മെജോറിറ്റി മുസ്ലിംകളെ വിശ്വാസത്തിൽ ഉമറുള്ള എന്തിനാക്കണായിട്ട് അവിടെ ഒരു ചെറിയൊരു കട്ട കെട്ടണായിട്ട് ഒരു ദബ്ബി അവിടെ വെക്കണായിട്ട് അവിടെ പണ്ട് ആൾമാർക്ക് കുടിക്കുകയും തിന്നവും എല്ലാ സൗകര്യമാക്കി കൊടുക്കണായിട്ട് എന്തിനാ ഉമറുള്ളാക്കി ആ മരത്തെ മുറിക്കും കൽപ്പിച്ചു. ആ മരത്തെ അലക്ക മുറിച്ചു. ആ മരമേ ഇല്ലാണ്ടാക്കി. ഇതായിട്ട് സഹാബിമാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിയതായ തൗഹീദ്, സഹാബിമാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ദീനന്തരെ അത് ഈ ദീനായിട്ട് അത് ആ ഫസ്റ്റ് ചെന്ന ഹദീസിക്ക് നിങ്ങൾ ബദലമടങ്ങും. അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സഹാബിമാർ ഈ ഉമ്മത്തെ പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കാറ്. ആ പ്രൊട്ടക്ഷൻ ആയിട്ട് അള്ളാഹുയുടെ റസൂൽ നിശ്ചയിച്ച സഹാബിമാരെ നിങ്ങൾ എന്താക്കാൻ നിങ്ങൾ കെട്ടിപ്പിടിക്കുക. അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക, ഒരു ശക്തിക, ഒരു മർത്തുകാവട്ടെ, ഒരു കല്ലുകാവട്ടെ യാതൊരു പ്രാധാന്യത്തെയുമില്ല. അള്ളാഹു നിശ്ചയിച്ചതല്ലാണ്ട് അല്ലെ, അള്ളാഹു നിശ്ചയിച്ചതല്ലാണ്ട് എന്ന് ചൊല്ലോ കാരണം ഹജറുൽ അസ്വദ്
ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ അതൊക്കെ അള്ളാഹുയുടെ റസൂൽ ഒരു പ്രത്യേകത നിശ്ചയിച്ചു കൊടുത്തിട്ട് പോലും ഉമർ എന്തൊരു ചൊന്നേ, എനിക്ക് എന്തുമാക്കാൻ സാധ്യമില്ല, ഉപകാരമാക്കില്ല ഉപദ്രവമാക്കില്ല. അള്ളാഹുയുടെ റസൂൽ ഇത് പഠിപ്പാട്ടിയത് കൊണ്ടിട്ട് ഞാൻ എന്താക്കിയില്ല, എന്റെ മുത്തിയുമില്ല. നബിതങ്ങൾ പഠിപ്പാട്ടിയ ഒരു കല്ലറ വിഷയത്തിൽ മറുവാങ്ങിച്ചു. ആ പഠിപ്പാട്ടാൻ ഞങ്ങളെ റായത്തിൽ കല്ലറ ദർഗ ഇല്ലേ, കേരളത്തിൽ കല്ലറ ദർഗ ഉണ്ട്. പേരാ പാലക്കാട് പോകുമ്പോ തെരുളു ഒരു കല്ലറ ദർഗ ഉണ്ട്. ഞങ്ങൾ അവിടെ പോണ്ടേ ഇടയിൽ ഞങ്ങൾ പോയിട്ട് കല്ല് പാതി കുറിച്ചു വെച്ച. അപ്പൊ ആ കല്ല് അത് സ്വന്ത പിന്നെ ബെൽനോ ഇണ്ടായിട്ടിരിക്കുന്ന വിശ്വാസം. അപ്പൊ ഏതാ ഒരു വലിയ ആ കല്ല് ചവിട്ടിട്ടാ എന്തായിട്ട് ആ കല്ല്. ഇപ്പൊ നോക്കൂ, ഞങ്ങളുടെ റായത്ത് ഉള്ളാല അല്ലെ, ഉള്ളാലത്ത് ഇപ്പൊ ഇത്തരത്തോളം ഞങ്ങൾ കേട്ടോണ്ടില്ലായിട്ട് പുതിയ പുതിയ സ്റ്റോറി നിങ്ങൾക്ക് വന്നുകൊണ്ട് ഇപ്പൊ ഒരു പുതിയ പ്രോഗ്രാം അങ്ങ് സ്റ്റാർട്ട് ആക്കിയാണ്. ഉള്ളാല ഹെറിറ്റേജ് പിന്നെ സ്റ്റോറീസ് ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ആക്കിയാണ്. ഉള്ളാല ഹെറിറ്റേജ് സ്റ്റോറീസ് സീരീസ് അങ്ങനെ. എന്നൊരു പ്രത്യേകത, ഉള്ളാലത്ത് സയ്യിദ് മദനിയുമായി ബന്ധപ്പെട്ട എനിക്കത്തെ പലതരത്തിലുള്ള കറാമത്ത്. ചിലപ്പോ ഹൈദരാക്കാരങ്ങളെ കേൾക്കാത്ത കുറെ സ്റ്റോറി എല്ലാം എന്തിരിക്കും. അവിടെ ഒരു കിണറുണ്ട്, ആ കിണത്തിൽ അങ്ങനെ ഉണ്ട്, പിന്നെ അവിടെ ഒരു ഇതുണ്ട്, അയാൾ മുസല്ല വിരിച്ച ജാഗ, ആ ജാഗ ഈ ജാഗ, അതെന്താ ഒരു ഇപ്പൊ ഇത്തരത്തോളം ഇല്ലാത്ത പുതിയ പുതിയ കറാമത്തും പുതിയ പുതിയ ജാഗയും പുതിയതല്ല പണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഉറൂസാകുമ്പോഴത്തേക്ക് അത് എന്താവണം, ഇപ്പൊ ഇന്നതിരാണ്ടി ഇപ്പൊ എല്ലാരും ഉള്ളാത്ത ദർഗത്ത് പോയിട്ട് റഷ് ആയിരുന്നു. ഇപ്പൊ എന്താക്കണു, ആ ആൽമാരത്തിൽ ആ കിണത്തവിടെ കുറെ ആൾമാരെ കൊണ്ടുപോണു, കുറെ ആൾമാരെ മുസല്ല വിരിച്ചവിടെ കൊണ്ടുപോണു. ഇത് ഇപ്പൊ പണ്ട് നേട്ടിക്കണം അല്ലെ, എന്തെങ്കിലും പ്രാധാന്യത്തിനെങ്കിൽ അത് അപ്പനെ ഉണ്ടാവണ്ടേ, ഇത് ഇപ്പൊ വന്നില്ല. അപ്പൊ നോക്കൂ, ഇത് ഞങ്ങൾ മുസ്ലിമിനെ ഞങ്ങൾ എന്താക്കണം, ഞങ്ങൾ ഇത് ജാഗ്രതയിൽ ഞങ്ങൾ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പഠിപ്പാട്ടിയത് ഞങ്ങളെത്തി അതിലെത്തി യാറും ആക്കുമില്ല, കൊറോടിയും ഞങ്ങൾ എന്താക്കുമില്ല, കൊറോടി ആക്കുമില്ല. ചെന്നെങ്കിൽ ഒരാൾ ചൊല്ലി ഇങ്ങനെയുള്ള ശിർക്കും വിദഅത്തുള്ള ബണ്ട് എന്തൊരു ഔലിയാക്കന്മാരിൽ നിന്നിട്ടല്ലേ. അപ്പൊ ഔലിയാക്കന്മാർ ഇസ്ലാമിൽ വേണ്ട, ഔലിയാക്കന്മാരെ ഞങ്ങൾ വിശ്വസിക്കില്ല, അതാവില്ല, കൊറോടി ആവുകയില്ല. എന്തിനാ പഠിപ്പായിട്ട് അവിടെ തന്നെ നിൽക്കണം. ഒരാൾ ചൊല്ലു പിന്നെ ഇങ്ങനെയുള്ള സംഭവിക്കരുത്, ഖബർ കാരണല്ലേ ഞങ്ങൾ ഖബറിനെ സിയാറത്തെ ആക്കറ വേണ്ട, ഖബർ സിയാറത്തെ ആക്കണ്ട, അങ്ങനെ ചൊല്ലുക അവിടെ, അങ്ങനെ ചൊല്ലുക അവിടെ. അത് ഇസ്ലാം പഠിപ്പാട്ടില്ല. അപ്പൊ യാറാക്കുകയുമില്ല, കൊറോടി ആക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പഠിപ്പാട്ടില്ല, അവിടെ നിന്ന് നിൽക്കണം. അതല്ലെങ്കിൽ സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള എല്ലാ ഫിത്നയും ഈ രൂപത്തിലുള്ള എല്ലാ ഫസാദും മുസ്ലിം ഉമ്മത്തിന് കടന്നു കണ്ട് ഞങ്ങളെ ഉമ്മത്തിന് ഒരു വിഭാഗം ആൾമാർ മുശ്രിക്കുകളുടെ ഒട്ടിക അവരാണ്ടായിട്ട് ചൊന്നത്. എന്തിനാ ഈ ഒട്ടിക അവരാറ് ചൊന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി 15 പേജ് ആ തൽഹഖു ബിൽ മുശ്രിക്കീൻ ചൊല്ലെ ആ ജണ്ട് പലക്കത്തെ 15 പേജ് വിശദീകരിക്കും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി. 15 പേജ് അത്ര ഗൗരവമുണ്ട്. ഒരു നല്ല ഉദാഹരണം ചൊല്ലി നോക്കൂ, ഞങ്ങൾ ഒരു നല്ല തൗഹീദ് ഒരു ക്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇബാദത്തുക നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ വിളിക്കോളൂ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആൾമാരെ വിളിച്ചെങ്കിൽ അങ്ങ് വേണ്ടാറ്, അങ്ങ് വേണ്ടില്ല. ദർഗത്തേക്ക് വിളിച്ചെങ്കിൽ വേണ്ടാറ്, ദർഗത്തേക്ക് വിളിച്ചെങ്കിൽ വേണ്ടാറ്, അവിടെ ഷാലിട്ടാറ്, പൂയിട്ടാറ് എല്ലാം ആക്കിറാറ്. ഇതൊക്കെ അങ്ങ് വേണ്ടാറ് വേണ്ടില്ല. അതേറ്റിക്കുന്ന വിശ്വാസം മുശ്രിക്കുകളെ ഒട്ടിക അവരാറുണ്ട്. അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കും. ഞങ്ങളെ ഉമ്മത്തിലെ, ഞങ്ങളെ കുടുംബത്തങ്ങളെ, ഞങ്ങളെ അബ്ബമാരെ, ഞങ്ങളെ വയസ്സായ ബോബമാരെ, അജ്ജുമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അപകടം കുറിച്ചെങ്കിൽ ഷിർക്കിൽ നിന്നിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലാസ്റ്റ് ഒരു പോയിന്റ് മാത്രം സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഷിർക്കിന്റെ പടുകുഴിയിൽ നിന്നിട്ട് അള്ളാഹു ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾ അള്ളാഹു രക്ഷിച്ചു. ഇത് വലിയ നിഅമത്തായിട്ടിരിക്കുന്നത്, ഇത് ചെറിയ വിഷയമല്ല, ഇത് വലിയ നിഅമത്തായിട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ ബാധ്യത എന്തേ, ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ ഈ തൗഹീദിനെ വിളിച്ചത് എന്താകും, ഞങ്ങൾ ആൾമാർ വെച്ച് പഠിക്കണം. ഞങ്ങളെ കൊണ്ട് എങ്ങനെ ആവുക, അങ്ങനെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അല്ലെ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് ആക്കുക. അവരെന്തേ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ റൂമിലുള്ള ഞങ്ങളൊരു ചങ്ങായിരം ഞങ്ങൾക്ക് ക്ലാസ്സിൽ വിളിച്ചു പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് അതാക്കുക, ഈ ക്ലാസ്സിൽ വിളിച്ചു പറയാം. ഈ ക്ലാസ്സിലെ മെസ്സേജ് ഞങ്ങളെ സർക്കിളിലുള്ള എനിക്ക് ഒരു 5-10 ചങ്ങായിമാർ അല്ലെങ്കിൽ ജുബൈലുള്ള ഞങ്ങളെ ചങ്ങായിമാർ ഒരു ഗ്രൂപ്പ് നിൽക്കും. ആ ഗ്രൂപ്പ് ഞങ്ങൾ ഷെയർ ആക്കാം. ആ ഷെയർ ആക്കുമ്പോഴത്തേക്കും ഞാനത് ഷെയർ ആക്കി കൊണ്ട് എന്തിനു വിചാരിക്കുക, അഭിന സ്വഹാബിമാരെ സഹിച്ച ത്യാഗമുള്ള അഭിനന്ദര് അങ്ങ് സഹിച്ച ത്യാഗവും ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവിക്കില്ല. ഇത് അറ്റ്ലീസ്റ്റ് എന്തരല്ലേ ഷെയർ ആക്കി അവിടെ എന്തെങ്കിലും വിചാരിക്കരുത്,
അത്രയും ഞങ്ങൾ എന്താക്കണം, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ത്യാഗം ഞങ്ങൾ ആക്കണം. അത് ആ ത്യാഗം പോലും ഞങ്ങൾക്ക് ആക്കുക സാധ്യമില്ലെങ്കിൽ പിന്നെ ഏത് സ്വർഗ സഹോദരന്മാരെ ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അതാക്കുക. ഞങ്ങളെ റായത്ത് വ്യത്യസ്തമായ ദഅവാ പ്രവർത്തനം നടന്നു. ഇപ്പൊ കണ്ണൂരിൽ മുഞ്ഞാണ്ട് ഒരു മഹത്തായ ഒരു ഫാമിലി കോൺഫറൻസ്, എത്ര ആൾമാർ, ആയിരക്കണക്കിന് ആൾമാർക്ക് തൗഹീദ് എത്തിയിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളെ എന്തൊരു സംഭാവന അവിടെ ഇತ್ತು. പൈസ ചൊല്ല വിഷയമല്ല, ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾ എന്തൊരു സംഭാവന ഇತ್ತು. ഞങ്ങൾ അതിൽ എന്തൊരു ഇടപെട്ട ചിന്തിക്കണേറ്റിക്കണം. അപ്പൊ ഞങ്ങൾ റായത്ത് നടക്കുന്ന ദഅവാ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ആ ഒരു രൂപത്തിലുള്ള എന്തൊരു സഹകാരം ഉണ്ട് അത് ഞങ്ങൾക്കും. അപ്പൊ ഇങ്ങനെ തൗഹീദ്, അള്ളാഹു തന്നെ ഈ തൗഹീദ് ഇത് ഏറ്റവും വലിയ നിഅമത്തായിട്ട് ഇത് മനസ്സിലാക്കുക. എന്താക്കിയ മയ്യോ ഈ തൗഹീദ് ഇല്ലാണ്ട് ഈ ശിർക്കും ബിദ്അത്തും പോയിട്ട് ഭൂളുടെ ആൾമാർക്ക് നീ നോക്കി മയ്യോ. അപ്പൊ നമുക്ക് മനസ്സിലാവും അൽഹംദുലില്ലാഹ് അള്ളാഹു ഞങ്ങളെ രക്ഷിച്ച. അപ്പൊ ഞങ്ങൾ എന്താക്കണം, ആ അള്ളാഹു തന്നെ തൗഹീദ് കൊല്ലക്ക് ഏറ്റവും വലിയ ശുക്ർ എന്തരെ ആ തൗഹീദ് പിന്നൊരാൾ എത്തുപാട്ട്. അതുകൊണ്ട് അത് സ്പീച്ചാക്കുക ആൾമാർ അങ്ങനെ ആക്കാറ്, സാമ്പത്തികമായിട്ട് അവർ ആൾമാർ അങ്ങനെ അതെന്തും സാധിക്കാത്ത ആൾമാർ ഈ ചൊല്ല രൂപത്തിലുള്ളതല്ല ആക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവിടത്തോളം ഈ തൗഹീദും സുന്നത്തും ഗട്ടിപിടിച്ച് ജീവിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മരിച്ചുപോയ എനിക്കത്തെ മുഅ്മിനും മുഅ്മിനാത്തുമായി മരിച്ച ഞങ്ങളെ അപ്പവും ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ചെങ്ങായിമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അല്ലാഹു എന്നെ അനുഗ്രഹിക്കണം. ഞങ്ങളെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള എനിക്കത്തെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കൽ എത്രമാ ആൽമാറുള്ള അല്ലാഹുവെ എല്ലാവരെയും എല്ലാ രൂപത്തിലുള്ള എനിക്കത്തെ അത് സാമ്പത്തികമായിട്ട് കുടുംബപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടിന്നെങ്കിലും അല്ലാഹു നീ ദൂരാക്കി കൊടുക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا ارحمهما كما ربيانا صغارا. اللهم ربنا ارحمهما كما ربيانا صغارا. اللهم ربنا ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.